SPCL ബോണ്ടിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഒരു ലിക്വിഡിൻ്റെ വേപ്പറൈസേഷനെ കുറിച്ച് ആദ്യം ചിന്തിക്കാം. ഒരു പാത്രത്തിൽ ലിക്വിഡ് എടുത്തിട്ടുണ്ട്, വെള്ളമായിക്കോട്ടെ. വെള്ളം ചൂടാക്കുന്ന സമയത്ത് ആ വെള്ളം ആവിയാവാൻ തുടങ്ങും. ദാറ്റ് മീൻസ് വേപ്പറൈസേഷൻ, ഇവാപ്പറേഷൻ. അങ്ങനെ വേപ്പർ ഉണ്ടായി. ഈ വേപ്പർ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടൻസ് ചെയ്യും. അടച്ചു വെച്ച പാത്രമാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടൻസേഷൻ കാണാം. ആ കണ്ടൻസ് ചെയ്ത ലിക്വിഡ് ഈ പാത്രത്തിലേക്ക് തന്നെ വീഴുകയും ചെയ്യും, അടച്ചു വെച്ചാൽ. അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകും. പക്ഷേ മേലെ കൈയൊക്കെ വെച്ചാൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ വേപ്പർ വരുന്നവരെ കാണാൻ കഴിയും. ഇപ്പോൾ ചോറൊക്കെ തിളയ്ക്കുന്ന സമയത്ത് അകത്ത് അമ്മ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛൻ ആരാണോ ഇനിയിപ്പോൾ അമ്മേനെ പറഞ്ഞില്ല, അമ്മയല്ല അച്ഛനോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ആയിക്കോട്ടെ, നമ്മളപ്പോൾ അതിലിങ്ങനെ കൈ വെച്ചിങ്ങനെ നോക്കിയ സമയത്ത് ആവി ഇതിലേക്ക് കയ്യിലേക്ക് തട്ടുന്ന കാണാൻ പറ്റും. അപ്പോൾ കണ്ടൻസ് ചെയ്യുന്നുണ്ട്, ആവി കണ്ടൻസ് ചെയ്യുന്നുണ്ട്, നീരാവി, സ്റ്റീം എന്ന് പറയും. അപ്പോൾ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്യാഷ്യസ് ഫോമിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ദാറ്റ് മീൻസ് വേപ്പറൈസേഷൻ നടക്കുന്നു, വേപ്പർ പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടുന്നു. ഇവിടെ ലിക്വിഡ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആവിയാകുന്ന, ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡിനെ പറയുന്ന പേരാണ് വോളറ്റൈൽ ലിക്വിഡ്സ്. വാട്ട്സ് ദ നെയിം? Volatile liquids. Okay, once again, if a liquid which is vaporizable and if we are getting the vapors of that or vapor of that liquid, we can say the liquid as a volatile liquids, easily evaporating liquids. പെട്ടെന്ന് ആവിയാവുന്ന ഒരു ലിക്വിഡ് എന്നാണ്. വാട്ടർ വോളറ്റൈൽ ആണോ? ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൽക്കഹോൾ വോളറ്റൈൽ ആണ്, ബെൻസീൻ വോളറ്റൈൽ ആണ്. അപ്പോൾ വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് കൂടുതലുള്ളത്. മിക്കവാറും ലിക്വിഡ്സ് എല്ലാം വോളറ്റൈലാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്ത് മേലേക്ക് വന്നപ്പോൾ വേപ്പർ ഉണ്ടായി. നമ്മൾ അടച്ചു വെച്ച പാത്രമാണെങ്കിൽ ആ വേപ്പറിന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വഴിയില്ല. ഇനി അടച്ചു വെച്ചിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്, വേപ്പർ പാർട്ടിക്കിൾസ് ഒക്കെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ കൂട്ടിയിടിക്കും. ദാറ്റ് മീൻസ് കൊളീഷൻ, കണ്ടിന്യൂസ് കൊളീഷൻ. That means now the particles are in random motion, so there is a chance for continuous collision. Collision among themselves as well as on the wall of the container may create what? May exert what? Pressure. Clear now? So, ഈ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ വേപ്പർ പാർട്ടിക്കിൾസ് ഗ്യാഷ്യസ് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുന്നു, പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. Now we can say that pressure as vapor pressure. Clear now? So vapor pressure is created. അപ്പോൾ ഒരു ലിക്വിഡ് ആവിയായപ്പോൾ സ്റ്റീമിൻ്റെ ഫോമിലേക്ക് വാട്ടർ എത്തിയപ്പോൾ വാട്ടർ പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് സ്റ്റീം പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്ത് വേപ്പർ ഉണ്ടായി, ദാറ്റ് മീൻസ് പ്രഷർ ഉണ്ടായി. ആ പ്രഷറിൻ്റെ പേരാണത് വേപ്പർ പ്രഷർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതൊരു കോമ്പോണൻറ്റ് മാത്രമാണ്. ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പോണൻ്റ് ആണ്. ഇതിലേക്ക് മറ്റൊന്നും ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ല. ദാറ്റ് മീൻസ് നൗ ദിസ് കോമ്പോണൻറ്റ് വാട്ടർ, ഇഫ് ദ വാട്ടർ ഇസ് that means if we are considering water as the liquid, we can say the vapor pressure is produced by water. That water is a pure component here. Pure component ആണ്, അതിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇറ്റ് ഇസ് എ പ്യുവർ കോമ്പോണൻറ്റ്. ക്ലിയർ? പക്ഷേ ഈ വാട്ടറിലേക്ക് നമ്മളൊരല്പം സൊല്യൂട്ട് ചേർക്കുക എന്ന് വിചാരിക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? ഉപ്പ്, കറിയുപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ കറിയുപ്പ്, കോമൺ സോൾട്ട്, ദാറ്റ് മീൻസ് NaCl, വാട്ടറിൽ ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഉപ്പ് വെള്ളമാണ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് മേലേക്ക് ആവിയായിട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ, ദാറ്റ് മീൻസ് വേപ്പറൈസ് ചെയ്ത് വരുന്ന വേപ്പർ പാർട്ടിക്കിൾസിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? വാട്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഇല്ല അല്ലേ? ദാറ്റ് മീൻസ് ഉപ്പ് വരില്ല. കോമൺ സോൾട്ട് വേപ്പറൈസബിൾ അല്ല. അതുകൊണ്ടാണല്ലോ ഉപ്പ് നമ്മൾ കടൽ വെള്ളത്തിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അല്ലേ? കടൽ വെള്ളം വലിയൊരു ഏരിയയിലേക്ക് കടത്തിവിട്ട് അവിടെ ഇവാപ്പറേഷൻ നടത്തി, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവാപ്പറേഷൻ നടന്ന് അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. വലിയ ഹീപ്പായിട്ട് ഉപ്പ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമുക്കൊക്കെ വരുന്നത്. അത് പിന്നെ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് അയോഡൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വരിക. വാട്ട് എവർ ബി, common salt is not volatile. Clear ആയല്ലോ? That is common salt is a non-volatile solid.
ഈ common salt, that means NaCl, sodium chloride, is a non-volatile solid that is dissolved in the liquid, that is water. Now we are getting a solution. That solution is a binary solution, binary mixture. Clear? രണ്ട് കോമ്പോണന്റ് ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെ? വാട്ടറും സോഡിയം ക്ലോറൈഡും. ഇതില് വാട്ടർ ഈസിലി വാപ്പറൈസബിൾ ആണ്, that means volatile ആണ്, whereas common salt is not volatile. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി, ദാറ്റ് ഈസ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ കിട്ടി. എന്നാൽ ഇതുപോലെ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ കിട്ടുമോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ്? ഇതൊരു സാനിറ്റൈസറാണ്. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ സമയത്തെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാനിറ്റൈസറാണ്. സാനിറ്റൈസറിലെ മെയിൻ കോമ്പണന്റ് ആൽക്കഹോളാണ് നമുക്കറിയാലോ. ഈ ആൽക്കഹോള് വാട്ടറിൽ സൊല്യൂബിൾ അല്ലേ? ആണ്. അപ്പോൾ വെള്ളത്തിൽ സൊല്യൂബിൾ ആണോ എന്ന് നോക്കുക. ആൽക്കഹോൾ വാട്ടറിൽ സൊല്യൂബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ പല കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയുന്നതാണ്, ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണല്ലോ ആളുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൽക്കഹോൾ ഈ സൊല്യൂബിൾ ഇൻ വാട്ടർ, യു നോ. അപ്പോൾ ആൽക്കഹോൾ വാട്ടറിൽ സൊല്യൂബിളായിട്ട് കിട്ടുന്ന സൊല്യൂഷനിൽ രണ്ട് കോമ്പണൻസ് ഇല്ലേ? ഉണ്ട്. ഏതൊക്കെ രണ്ട് കോമ്പണൻസ്? ഒന്ന് ആൽക്കഹോൾ, രണ്ടാമത്തത് വാട്ടർ. രണ്ടും വേപ്പറൈസബിൾ ആണോ? അതോ വാട്ടർ മാത്രമേ വേപ്പറൈസബിൾ ഉള്ളൂ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ്? ഈസിലി ഇവാപറേറ്റിംഗ് ആയിരിക്കുന്ന ലിക്വിഡ്സിനെ പറ്റി പറഞ്ഞു. വാട്ടർ ഈസ് എ വോളറ്റൈൽ ലിക്വിഡ്, ആൽക്കഹോൾ ഈസ് അനദർ വോളറ്റൈൽ ലിക്വിഡ്. അപ്പോൾ ഇവിടെ ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന മിക്സ്ചറും ഒരു സൊല്യൂഷനാണ്. വ്യക്തമായോ? അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് ലിക്വിഡും എന്താണ്? വോളറ്റൈലാണ്. ദാറ്റ് മീൻസ് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വേപ്പർ കിട്ടുന്നുണ്ട്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പർ കിട്ടുന്നുണ്ട്. ആ വേപ്പറിലും രണ്ട് കോമ്പോണൻസ് വരുന്നുണ്ട്. ഏതൊക്കെ? ആൽക്കഹോളിൻ്റെ വേപ്പർ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, വാട്ടറിൻ്റെ വേപ്പർ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. വ്യക്തമായോ? രണ്ട് ടൈപ്പ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ്? ദർ ആർ ടു ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് വിച്ച് ആർ ദേ? നമ്പർ 1 ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. Number 2 solid in liquid solution. Example, ethanol in water is an example for liquid in liquid solution. Then sodium chloride in water is an example for solid in liquid solution. വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഈ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലെ രണ്ട് ലിക്വിഡ്സും എന്താണ്? വോളറ്റൈൽ ആണ്. Both the components are volatile. Clear? Whereas in the second one, that is when solid in liquids, if you are considering solid in liquid, the solid is non-volatile, whereas the liquid is volatile. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് കാറ്റഗറി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ രണ്ട് കാറ്റഗറിയിലെയും വേപ്പർ പ്രഷറിൻ്റെ ക്വാണ്ടിറ്റീസ്, ഈ വേപ്പർ പ്രഷർ വെറും വേപ്പർ പ്രഷർ എന്നാണോ പറയുക, അത് വേറെ ഏതെങ്കിലും ടേം അതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ വേപ്പർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏതെങ്കിലും ഒരു ലോ എവിടേക്ക് കടന്നു വരുന്നുണ്ടോ? ആരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്? ഇതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ കാറ്റഗറി എടുക്കാം. ഏതാണത്? ലിക്വിഡ് ഈ ലിക്വിഡ് സൊല്യൂഷനാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ആൽക്കഹോൾ ഇൻ വാട്ടർ, എഥനോൾ ഇൻ വാട്ടർ. നല്ലൊരു എക്സാമ്പിളാണ്. രണ്ടും ലിക്വിഡാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ എടുത്തു, ഹീറ്റ് ചെയ്തപ്പോൾ രണ്ടും ഇവാപ്പറേറ്റ് ചെയ്തു. രണ്ടും മേലേക്ക് വേപ്പറായിട്ട് പോകുന്നു. രണ്ടും വേപ്പറൈസ് ചെയ്തപ്പോൾ അവിടെ വേപ്പർ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്തു. അപ്പോഴവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ടായി. ഈ വേപ്പർ പ്രഷറിനെ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞൂടെ? കാരണം രണ്ട് വേപ്പേഴ്സും രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അത് കോമ്പോണന്റ് എ, ഫോർ എക്സാമ്പിൾ വാട്ടറിനെ നമ്മൾ എ എന്ന് എടുക്കുക, പിന്നെ എഥനോളിനെ ക്യാപിറ്റൽ ബി എന്ന് എടുക്കുക. വാട്ടർ ക്യാപിറ്റൽ എ ആണ്, ഓർമ്മയാണ്. വാട്ടർ ക്യാപിറ്റൽ എ എന്നെടുക്കുക. ആൽക്കഹോൾ ക്യാപിറ്റൽ ബി എന്നിരിക്കട്ടെ. അപ്പോൾ എയും ബിയുമാണ് ഇവിടുത്തെ രണ്ട് കോമ്പോണൻസ്. ഈ രണ്ട് കോമ്പോണൻസും എന്ത് ചെയ്തിട്ടുണ്ട്? വേപ്പറൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഈ രണ്ട് കോമ്പോണൻസും വേപ്പർ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ പ്രഷറിൽ എ ഉണ്ടാക്കിയ പ്രഷർ, അതായത് വാട്ടർ പാർട്ടിക്കിൾസ് സ്റ്റീം ആയപ്പോൾ വേപ്പറൈസ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പ്രഷറിനെ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറഞ്ഞൂടെ? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞൂടെ? പറയാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബി അഥവാ എഥനോൾ വേപ്പറൈസ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ വേപ്പറൈസ് ചെയ്ത് എഥനോളിന്റെ വേപ്പർ ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രഷറിന് ഇപ്പൊ നമുക്ക് എന്ത് പറയാം? പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞൂടെ? അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് എഥനോൾ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയാം. ഇപ്പൊ രണ്ട് പാർഷ്യൽ പ്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഭാഗികമായ മർദ്ദം.
ഏതാ ഭാഗികമർദ്ദം? ഇവർ മൊത്തത്തിൽ പ്രഷറുണ്ട്, അതിന് ഒരു ഭാഗം ഒരാളുടെ വക, മറ്റൊരു ഭാഗം വേറൊരാളുടെ വക. അങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷറിനെ പറ്റി പറയുക. ഡാൽട്ടൺസ് പാർഷ്യൽ പ്രഷർ ഫസ്റ്റ് ഇയർ പഠിച്ച് ഓർത്തിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് പാർഷ്യൽ പ്രഷറുകളുടെ തുകയാണ്, സമ്മാണ്. ഈ പാർഷ്യൽ പ്രഷറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കുക എന്നറിയോ? നൊട്ടേറ്റ് ചെയ്യുക. പി എ, പി എന്നിട്ടിട്ട് അതിൻ്റെ താഴെ ക്യാപിറ്റൽ എ എന്നിടും, അതാണ് പി എ. സോ പി എ ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ, പി ബി ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ബി. അപ്പോൾ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ക്ലിയർ ആയോ? ഓക്കെ, സോ ടോട്ടൽ പ്രഷർ പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ആകെ മർദ്ദം സമം രണ്ട് കോമ്പോണൻസിൻ്റെയും ഭാഗിക മർദ്ദങ്ങളുടെ തുക. വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇതിൽ രണ്ടും വോളറ്റൈലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാർഷ്യൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പാർഷ്യൽ പ്രഷർ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എത്രമാത്രം ആവി പ്രൊഡ്യൂസ് ചെയ്തു, വാട്ടറിന്റെ സ്റ്റീം പാർട്ടിക്കിൾസ്, വേപ്പർ പാർട്ടിക്കിൾസ് എത്രമാത്രം മുകളിലേക്ക് ഉയർന്നു വന്നു എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ആലോചിച്ച് നോക്കിയേ. എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഒരു പ്രധാന പോയിന്റ് ഏതാണ്? വിശപ്പാണ്, അല്ലേ? നമ്മൾ വിശപ്പാണ് എത്ര ഭക്ഷണം കഴിക്കുന്നുള്ളതിൻ്റെ ഒരു പോയിന്റ്. കുറേ പോയിന്റ്സ് ഉണ്ടാവും, കുറേ ഘടകങ്ങൾ ഉണ്ടാവാം, കുറേ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്? എത്രമാത്രം വിശപ്പ് നമുക്കുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. വ്യക്തമായി? അപ്പം അതുപോലെ ഇവിടെ മുകളിലേക്ക് പൊന്തി വന്ന സ്റ്റീം പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, വേപ്പർ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അവരുണ്ടാക്കുന്ന പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ മിക്സ്ചറിലെ എയും ബിയും കൂടി ചേർന്ന മിക്സ്ചറിലെ എയുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും, എയുടെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ചേർന്ന മിക്സ്ചറിലെ എയുടെ മാത്രം എണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാം? Na plus Nb. എന്താണത്? Number of particles or number of moles of one component divided by total number of moles of all the components. What is that? Mole fraction. Very good. Okay, mole fraction. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് the partial pressure of the component A is directly proportional to mole fraction of A. Clear? Mole fraction of A. Partial pressure of the component A is depending on the or directly proportional to the mole fraction of A. Similarly, we can say partial pressure of B is directly proportional to mole fraction of B. This statement is very, very important. ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മളൊരു ലോയുടെ ഒരു ചെറിയ ലാഞ്ചന കാണുന്നത്. കണ്ടോ? ഒരു ചെറിയ സിംറ്റം കാണുന്നുണ്ട്. എവിടെയോ ഒരു ലോ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ദി സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ബൈ എ ഫേമസ്, എ വെൽ നോൺ സയൻറ്റിസ്റ്റ് whose name is Raoult. Okay, therefore the statement is known as Raoult's law. ഡയലൂട്ട് സൊല്യൂഷൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഡയലൂട്ട് സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ടെമ്പറേച്ചർ ഒരു പ്രത്യേക ടെമ്പറേച്ചറാണ്. ഇനി ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നാലും വലിയൊരു വ്യത്യാസം വരുന്നില്ല. എന്നിരിക്കലും ഈ സൊല്യൂഷൻസിൻ്റെ ഈ പ്രോപ്പർട്ടി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. വാട്ട് ഇസ് ദാറ്റ്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് എനി volatile component above this liquid solution or above this solution is directly proportional to the mole fraction of that component present in the mixture. ക്ലിയർ ആയോ? സൊല്യൂഷൻ്റെ മേലെയുള്ള ഈ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ, ഏത് കോമ്പോണൻ്റ് ആണോ ആ കോമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ, ആ കോമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എവിടെയുള്ള മോൾ ഫ്രാക്ഷന്? ഈ മിക്സ്ചറിൽ, ലിക്വിഡ് മിക്സ്ചറിൽ, സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം അതിന്. ചെറിയൊരു എക്സ്പ്ലനേഷൻ. ട്രാവൽസറോ ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. ട്രാവൽസറോ ഇനി കുറച്ചുകൂടി പറയാനുണ്ട്. ഒരു ഭാഗം നമ്മൾ ആയിട്ടുള്ളൂ, ഇനി അങ്ങനെ പോവുകയാണ്. ട്രാവൽസറിലോ തന്നെയാണ് കുറേ നേരം നമ്മൾ പഠിക്കുന്നത്. ശരി, നോക്കാം. അപ്പോൾ ഇവിടെ ഈ എക്സ് എ എന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് എയോ പി എ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണേൽ പറഞ്ഞൂടെ? പി എ പ്രൊപ്പോർഷണൽ ടു എക്സ് എ. ക്ലിയർ ആയി? അതുപോലെ പി ബി പ്രൊപ്പോർഷണൽ ടു എക്സ് ബി, അതും ക്ലിയർ ആയി.
രണ്ട് ഫോമുല, രണ്ട് ചെറിയ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇക്വേഷൻ അല്ല, പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു റിലേഷൻ. എങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്? പി എ പ്രൊപ്പോർഷണൽ ടു എക്സ് എ, പി ബി പ്രൊപ്പോർഷണൽ ടു എക്സ് ബി. This proportionality sign can be replaced by another factor. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാക്ടർ വരാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നോക്കിയേ. പാർഷ്യൽ പ്രഷർ ഓഫ് എ കണ്ടുപിടിക്കാൻ എക്സ് എ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, എക്സ് എ നമുക്ക് അറിയാമെങ്കിൽ, ഈ പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റി സൈൻ മാറ്റി അവിടെ ഈക്വൽ എന്ന് കൊടുക്കുമ്പോൾ ഒരാളുടെ കുറവ് വരുന്നുണ്ട്. ആ കുറവാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുക നോക്കാം. റൗൾട്ട് പറയുന്നത്, ഈ partial pressure of one component in the mixture is equal to the mole fraction of that component in the liquid solution mixture into vapor pressure of the pure component when it is alone. കിട്ടില്ല. അവിടെ എന്തോ ചെറിയ കുഴപ്പമൊന്നും അല്ലേ? കിട്ടിയിട്ടില്ല. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. എക്സ് എയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പി എ, ശരിയല്ലേ? സോ പി എ പ്രൊപ്പോർഷണൽ ടു എക്സ് എ. അപ്പോൾ ഈ പി എ ഈസ് ഈക്വൽ ടു എന്ന് വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഘടകം വരുന്നുണ്ട്, ഒരു പാർട്ട് വരുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ആ വരുന്നത് P0A ആയിരിക്കും. P0A എന്താ P0A എന്ന് പറഞ്ഞാൽ? P0A എന്ന് പറഞ്ഞാൽ ഈ കോമ്പോണന്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഇപ്പോഴും മിക്സ്ചറിലാണ്, ശരിയല്ലേ? എയും ബിയും കൂടി ചേർന്ന മിക്സ്ചറിലാണ് നിൽക്കുന്നത്. ബൈനറി മിക്സ്ചറാണ്, സൊല്യൂഷനാണ്. പക്ഷേ എ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് വിചാരിക്കുക. എ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, വാട്ടർ മാത്രം എടുത്ത് ഇവാപറേറ്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്യുവർ കോമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. അപ്പം അതുപോലെ എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന വേപ്പറിൻ്റെ പ്രഷർ, ദാറ്റ് ഈസ് P0A. കിട്ടിയോ? ദാറ്റ് ഈസ് ഈ P0A ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കോമ്പോണൻറ്റ് വെൻ ഇറ്റ് ഈസ് അലോൺ. അത് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒരു വോളറ്റൈൽ കോമ്പോണൻറ്റ് ഇല്ല. ഇത് മാത്രമാണ് വോളറ്റൈൽ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് P0A. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? പി എ ഈസ് ഈക്വൽ ടു P0A എക്സ് എ. കിട്ടിയോ? പി എ ഈസ് ഈക്വൽ ടു P0A എക്സ് എ. സിമിലർലി വി ക്യാൻ സേ പി ബി ഈസ് ഈക്വൽ ടു P0B എക്സ് ബി. കിട്ടിയല്ലോ? രണ്ട് കോമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് പി എ ഈസ് ഈക്വൽ ടു P0A എക്സ് എ ആൻഡ് പി ബി ഈസ് ഈക്വൽ ടു P0B എക്സ് ബി. Now we can say the statement of Raoult law. രണ്ട് കോമ്പോണൻറ്റും volatile ആണ്. All the components are volatile. In a mixture, two components are there. These two components are volatile. Sometimes three components are there. Three components are volatile. Whatever be, എല്ലാ കോമ്പോണൻറ്റ് എന്തായിരിക്കണം? volatile ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റൗട്ടിലോ പറയാം. നോക്കിക്കോളൂ. Partial pressure of any one of the volatile components is equal to the or is the product of mole fraction of that component in the solution or in the mixture and the vapor pressure of the pure component when it is alone. കിട്ടിയോ? അപ്പോൾ എന്താ മലയാളത്തിൽ പറഞ്ഞാൽ വരും? അറ്റ് എനി ടെമ്പറേച്ചർ, ഉഷ്മാവേദം ആയിക്കോട്ടെ, ഒരു ഡയലൂട്ട് സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കുന്നു, നേർപ്പിച്ച സൊല്യൂഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ ഈ സൊല്യൂഷനിലെ വോളറ്റൈൽ കോമ്പോണൻസ് ആണ് എല്ലാം. അതിൽ എനി വോളറ്റൈൽ കോമ്പോണൻറ്റ്, ഏതെങ്കിലും ഒരു വോളറ്റൈൽ കോമ്പോണൻ്റ് ആയിക്കോട്ടെ, ആവിയാകുന്ന കോമ്പോണൻറ്റ് ഘടകമായിക്കോട്ടെ, അതിൻ്റെ ഈ ആവിയാകുന്ന കോമ്പോണൻറ്റിൻ്റെ ഘടകത്തിൻ്റെ പാർഷ്യൽ പ്രഷർ, ഭാഗികമർദ്ദം സമം എന്തായിരിക്കും? ദ പ്രോഡക്റ്റ് ഓഫ്, എന്താ പ്രോഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം. പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ഇൻ ദ മിക്സ്ചർ, മിക്സ്ചറിലെ ആ ഘടകത്തിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു, പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു പറയേണ്ട എങ്കിലും ഇൻറ്റു എന്തായിരിക്കും? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കോമ്പോണൻറ്റ്. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ശുദ്ധമായ അവസ്ഥയിൽ അത് നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ഇൻ ദ മിക്സ്ചർ ഇൻറ്റു വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് വെൻ ഇറ്റ് ഈസ് അലോൺ. PA is equal to XA P0A, PB is equal to XB P0B. അല്ലെങ്കിൽ XA is equal to P0A XA or PB is equal to P0B XB. This statement is called Raoult law. These are the two mathematical expressions of Raoult law. You study it well. It is very, very important for your examination. Okay. Then listen. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ഗ്രാഫായിട്ട് കാണിക്കാൻ കഴിയും. വളരെ സിമ്പിളാണ്. ഒരു ഗ്രാഫായിട്ട് നമുക്ക് കാണിക്കാം. നോക്കിയേ, ഈ ഗ്രാഫിൽ എക്സ് ആക്സിൽ എന്താ എടുത്തിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ.
വൈ ആക്സിൽ എന്താ എടുത്തിരിക്കുന്നത്? വേപ്പർ പ്രഷർ. അപ്പോൾ എക്സ് ആക്സിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, എക്സ് എ ഈസ് ഈക്വൽ ടു 1. അതേപോലെ അങ്ങേറ്റത്ത് റൈറ്റ് സൈഡിലോ എക്സ് എ ഈസ് ഈക്വൽ ടു 0. പിന്നെയോ ലെഫ്റ്റ് സൈഡിൽ എക്സ് ബി ഈസ് ഈക്വൽ ടു 0, റൈറ്റ് സൈഡിലോ എക്സ് ബി ഈസ് ഈക്വൽ ടു 1. എന്താ ഇതിൻ്റെ അർത്ഥം? എക്സ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇല്ല, അവിടെ ബി എന്ന കോമ്പോണൻറ്റേ ഇല്ല. അവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഒറിജിനലി തുടക്കത്തിൽ ഗ്രാഫ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ? അവിടെ എ മാത്രമേ ഉള്ളൂ, ബി ഇല്ല. പിന്നെ അങ്ങേയറ്റത്തേക്ക് എത്തുമ്പോഴോ എ മാത്രമേ ഉള്ളൂ, അല്ല എ ഇല്ല, ബി മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോഴാദ്യം തുടങ്ങുന്ന പോയിന്റിൽ ബി ഇല്ല, പക്ഷേ ബി എവിടത്തേക്ക് എത്തി? ബി അങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് കോമ്പോണൻറ്റ് ബി ആഡ് ചെയ്ത് അതിനനുസരിച്ച് എയുടെ കോമ്പോണൻറ്റ് കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ കോമ്പോസിഷൻ എടുക്കുക. അതായത് ഇപ്പോൾ തുടക്കത്തിൽ 0യും 100ഉം ആണെങ്കിൽ കുറച്ചാണ്ട് കഴിയുന്ന സമയത്ത് 10ഉം 90യും ഈ നമ്മൾ പ്രൊപ്പോർഷൻ എടുക്കുകയാണ്. 10 എടുത്തു, 90 എടുത്തു, പിന്നെ 20 എടുത്തു, 80 എടുത്തു. കണ്ടല്ലോ, 30, 70, 40, 60, 50, 50 അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് അവസാനം എത്തിയപ്പോഴത്തേക്കും അങ്ങേ അറ്റത്ത് എത്തിയപ്പോഴത്തേക്കും എക്സ് എ 0 ആയിപ്പോയി, പക്ഷേ എക്സ് ബി എത്ര വന്നു? 100%, 1 വന്നു. ഇനി ശ്രദ്ധിക്കുക, വേപ്പർ പ്രഷർ നമ്മൾ വൈ ആക്സിലാണ് എടുത്തിരിക്കുന്നത്. രണ്ട് വൈ ആക്സിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് 2 ആക്സ്, വെർട്ടിക്കൽ ആക്സ് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കിയേ, P0A എന്ന് കണ്ടോ? P0A കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ആ വേപ്പർ പ്രഷർ എഴുതിയെടുത്ത് P0A കണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ പ്രഷറാണ് എന്ത്? P0A. കിട്ടിയില്ലേ? അതുപോലെ അങ്ങേ അറ്റത്ത് നോക്കിയേ, അങ്ങേ അറ്റത്ത് P0B എന്ന് കണ്ടോ? മേലെ P0B കണ്ടു. വാട്ട് ഈസ് P0B? P0B ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കോമ്പോണൻറ്റ് ബി. ബി മാത്രം ഉള്ളപ്പോഴുള്ള വേപ്പർ പ്രഷറാണ് എന്ത്? P0B. പക്ഷെ ഇതിനിടയിലൊക്കെ ആരൊക്കെയുണ്ട്? എയും ബിയും മിക്സ്ചറായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നന്നായിട്ട് പഠിക്കണം. ഇതിൽ ഗ്രാഫ് നോക്കിയേ, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എയുടെ ഗ്രാഫ് എക്സ് എ ഈക്വൽ ടു 0യിൽ നിന്ന് P0Aയിലേക്ക് പോവുകയാണ്. വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോവുകയാണ്. അതേസമയം പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബിയുടെ ഗ്രാഫ് എവിടുന്നാണ് പോകുന്നത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, കോർണറിലേക്ക് മേലേക്ക്, റൈറ്റ് കോർണറിലേക്ക് മേലേക്ക് പോയി കഴിഞ്ഞു. കണ്ടല്ലോ. പക്ഷേ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനിൽ ഇപ്പോൾ എയും ബിയും ഉണ്ട്. ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കാണുന്നത് നമുക്ക് എവിടെയാണ് നോക്കിയേ? P0Aയിൽ നിന്ന് P0Bയിലേക്ക് ഒരു ലൈൻ ഉണ്ട്. കണ്ടല്ലോ. അതിലെ ഏത് പോയിന്റിൽ നമ്മൾ നോക്കിയാലും അതത് മോൾ ഫ്രാക്ഷനിലെ, അതത് പ്രൊപ്പോർഷനിലെ നമുക്ക് എന്ത് കിട്ടും? വേപ്പർ പ്രഷർ കിട്ടും, ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടി. ഓക്കെ, ആ ടോട്ടൽ വേപ്പർ പ്രഷർ P ഈസ് ഈക്വൽ ടു, ടോട്ടൽ വേപ്പർ പ്രഷർ P ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? PA പ്ലസ് PB ആയിരിക്കും. ദാറ്റ് ഈസ് XA P0A പ്ലസ് XB P0B. കിട്ടിയില്ലേ? അല്ലെങ്കിൽ P0A XA പ്ലസ് P0B XB. ഈ P0Aയും XA അങ്ങോട്ട് മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും തുല്യം, ഈക്വൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. ഓരോ സ്റ്റേറ്റിലും, ഓരോ പ്രൊപ്പോർഷനിലും നമുക്ക് ഇതേപോലത്തെ പ്രൊപ്പോർഷൻ, ഏത് പ്രൊപ്പോർഷൻ ആണെങ്കിലും വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ ദിസ് ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി വെൽ. അത് നമുക്ക് കൃത്യമായിട്ട് വരച്ച് പഠിക്കണം. അതിൽ XA ഒരു ഭാഗത്ത് 0 ആവുന്ന സമയത്ത് അപ്പുറം എത്തുമ്പോഴത്തേക്ക് XA 1 ആവുന്നുണ്ട്. പിന്നെ ഇപ്പറേ ഈ കോർണറിൽ XB 100% 1 ആവുന്ന സമയത്ത് അപ്പുറം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് കൃത്യമായിട്ട് വരച്ച് പഠിക്കണം. Clear ആയോ? Okay, so that's about Raoult law for any volatile components. Okay, ഇനി അടുത്തത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് നമ്മൾ ചേർക്കുന്നത് വിചാരിക്കുക. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, കോമൺ സോൾട്ട് നമ്മൾ ചേർക്കുന്നു, വാട്ടറിൽ കോമൺ സോൾട്ട് ചേർക്കുന്നു എന്ന് വിചാരിക്കുക. കോമൺ സോൾട്ട് ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിലൊക്കെ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അത് വോളറ്റൈൽ അല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ കോമൺ സോൾട്ട് എന്തല്ല? വോളറ്റൈൽ അല്ല. പക്ഷെ വാട്ടർ എന്താണ്? വോളറ്റൈൽ ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഈ നോൺ വോളറ്റൈലായ കോമൺ സോൾട്ട് മേലേക്ക് വരില്ല എന്നുള്ള ക്ലിയർ ആയി കഴിഞ്ഞു. ആവിയാവില്ല, സ്റ്റീം ആവില്ല, വേപ്പർ ആവില്ല, വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഉപ്പ് വെള്ളത്തിൽ ഏത് മാത്രമേ വേപ്പറൈസ് ചെയ്ത് വരുന്നുള്ളൂ? വാട്ടർ മാത്രമേ വേപ്പറൈസ് ചെയ്ത് വരുന്നുള്ളൂ. ഇനി കോമ്പോണൻറ്റ് എ ആണ് വാട്ടർ എന്ന് വിചാരിക്കുക, കോമ്പോണൻറ്റ് ബി ആണ് കോമൺ സോൾട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മേലേക്ക് ഉയർന്നു വന്ന ആ വേപ്പർ പ്രഷർ ആരുടെ വകയാണ്? വാട്ടറിൻ്റെ മാത്രം വകയല്ലേ? ദാറ്റ് മീൻസ് ടോട്ടൽ പ്രഷർ ഈസ് ഡ്യൂ ടു ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. കിട്ടിയില്ലേ? അവിടെ PA എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ.
പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി എയുടെ പ്രഷർ മാത്രമേ എവിടെ ഉള്ളൂ. അപ്പോൾ എ ഉണ്ടാക്കിയ പ്രഷറാണ് എന്ത്? പി എ. അപ്പോൾ പി എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് എ പി സീറോ എ അല്ലെങ്കിൽ പി സീറോ എ എക്സ് എ. സോ പി എ ഈസ് ഈക്വൽ ടു എക്സ് എ പി സീറോ എ. ഇവിടെ പി ബി ഈസ് ഈക്വൽ ടു എന്ന് പറയാനുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവിടെ ഈ കോമൺ സോൾട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് സോളിഡ് ഇൻ ലിക്വിഡ് എന്ന ഒരു കാറ്റഗറിക്ക് റൗട്ട്ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? പാർഷ്യൽ പ്രഷർ ഓഫ് volatile component is equal to the or is the product of mole fraction of that component in the mixture and vapor pressure of the pure component when it is alone. കിട്ടിയില്ലേ? അതായത് ഒരു കോമ്പണന്റ് വോളറ്റൈലും ഒരു കോമ്പണന്റ് നോൺ വോളറ്റൈലും ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ സിറ്റുവേഷനിൽ റൗട്ടിൽ നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് കോമ്പണന്റ്, ദ വോളറ്റൈൽ കോമ്പണന്റ്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കോമ്പണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പണന്റ് ഇൻ ദ മിക്സ്ചർ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കോമ്പണന്റ് എന്താണ്? വോളറ്റൈലാണ്, ഒരു കോമ്പണന്റ് നോൺ വോളറ്റൈലാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പി എ പ്ലസ് പി ബി എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഡിഫറൻസ് പ്രധാനമായിട്ട്. പറ്റുമോ? ഇല്ല. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പി എ മാത്രമായിരിക്കും. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ എക്സ് എ പ്ലസ് എക്സ് ബി എത്രയാണ്? 1 ആണ്. അതുപോലെ ഇവിടെ പി സീറോ എ എക്സ് എ പ്ലസ് പി സീറോ ബി എക്സ് ബി ഈസ് ഈക്വൽ ടു പി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ബി വോളറ്റൈലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വന്നു മാത്രം. ഇനി ഈ നോൺ വോളറ്റൈൽ കോമ്പോണൻറ്റ് സൊല്യൂഷനിലുണ്ടെന്ന് നമുക്കറിയാം. നോൺ വോളറ്റൈൽ കോമ്പോണൻറ്റ് സൊല്യൂഷനിലുള്ള സമയത്ത് വോളറ്റൈൽ ആയിട്ടുള്ള ആൾക്കാർ മേലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത് വോളറ്റൈൽ അല്ലാത്ത ആൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. സ്വാഭാവികമാണ്. മനുഷ്യനെ പോലെ തന്നെ അല്ലേ? കോമൺ സോൾട്ട് മനുഷ്യനെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ. അതായത് കോമൺ സോൾട്ടിന് എന്താ ചെയ്യാൻ കഴിയില്ല? ഇവാപറേറ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ആര് ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്? വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് മേലേക്ക്, അതായത് ഹീറ്റ് കിട്ടി മേലേക്ക് ഉയർന്നു വരുന്നതിനെ ആര് തടുക്കും? ഈ കോമൺ സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസ് തടുത്ത് താഴേക്ക് ഇടും. കൊളൈഡ് ചെയ്യുമ്പോൾ എനർജി പോയി, താഴേക്ക് തന്നെ പോയി. പിന്നെയും എല്ലാ എനർജി കിട്ടി മേലേക്ക് പൊന്തി വരും. അപ്പോഴും കോമൺ സോൾട്ട് തടുത്ത് താഴേക്ക് ഇടും. ദാറ്റ് മീൻസ് വേപ്പറൈസേഷൻ്റെ റേറ്റ് കുറഞ്ഞു. കിട്ടിയില്ലേ? അതായത് വെള്ളം മാത്രം ഇരിക്കുന്ന സമയത്ത് വാട്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. വ്യത്യാസം വരും. അതായത് വെള്ളം മാത്രമുള്ളപ്പോൾ, വാട്ടർ മാത്രമുള്ളപ്പോൾ നല്ല വേപ്പർ പ്രഷർ ഉണ്ടായി. കാരണം അത് തടുക്കാനൊന്നുമില്ല. പക്ഷേ ഈ കോമൺ സോൾട്ട് അതിൽ ഇട്ടതോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഇവാപറേഷൻ റേറ്റ് കുറഞ്ഞു. അതിനർത്ഥം വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്, പ്യുവർ സോൾവെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. കിട്ടിയില്ലേ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഒന്നുമില്ലാത്ത വെറും സോൾവെന്റ് മാത്രമേ ഉള്ളൂ, ആ സോൾവെന്റ് മാത്രമുള്ളതിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. കിട്ടിയില്ലേ? അപ്പോൾ പി ആണ് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ. നമുക്കറിയാം പി സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ. പി സീറോ എ ആണ് എന്ത്? സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. സോൾവെന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് പ്യുവർ. പി സീറോ എ ഒറിജിനലാണ്. പി സീറോ എ. പി ആണോ പി സീറോ എ ആണോ വലുത്? ഏതാണ്? പി സീറോ എ ആണ് വലുത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പി സീറോ എ ആണ് വലുത്. സോ പി സീറോ എ ഈസ് ഗ്രേറ്റർ ദാൻ പി. കിട്ടിയില്ലേ? അപ്പോൾ പി സീറോ എയിൽ നിന്ന് പി മൈനസ് ചെയ്തൂടെ, സബ്ട്രാക്ട് ചെയ്തൂടെ? കിട്ടും. അപ്പം എങ്ങനെ കിട്ടും? നമുക്ക് പി സീറോ എ മൈനസ് പി എന്ന് കിട്ടി. ഇതാണ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ താഴെ പോയി. സോൾവെന്റിനേക്കാൾ വേപ്പർ പ്രഷർ കുറവാണ് സൊല്യൂഷന്. അതിനർത്ഥം സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ വലുതാണ്. അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ മൈനസ് എടുക്കാം. ദിസ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ എപ്പോഴും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോഴും കേട്ടോ. ദിസ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഈസ് കോൾഡ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ ഒരു കാര്യം,
ആ സൊല്യൂഷനിൽ എന്താ ഉണ്ടാവേണ്ടത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് ഉണ്ടാവേണ്ടത്. അത് ഓർമ്മ വേണം കേട്ടോ. രണ്ടും വോളറ്റൈൽ ആണെങ്കിലുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, സോളിഡ് ഫോമിലുള്ള നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു ഈസിലി ഇവാപ്പറേറ്റിംഗ് ആയ വോളറ്റൈലായ സോൾവെന്റിൽ ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചു? വേപ്പർ പ്രഷർ കുറഞ്ഞു. നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉപ്പും വെള്ളവും നോക്കിക്കോളൂ. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ഇവാപ്പറേറ്റ്, ദാറ്റ് മീൻസ് ബോയിൽ ചെയ്തു. ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്തു, ബോയിൽ ചെയ്തു. ബോയിലിംഗ് പോയിന്റ് യു നോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vapor pressure of the liquid becomes equal to atmospheric pressure. That is called boiling point. അപ്പോൾ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തി, 100 ഡിഗ്രിയിലേക്ക് എത്തി. ഉപ്പിട്ട വെള്ളം 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുമോ? കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ആലോചിച്ച് നോക്കുക. ഉപ്പിട്ട വെള്ളം, നല്ല ഉപ്പ് കലർത്തിയ വെള്ളം തിളപ്പിക്കുന്നു. ആ തിളയ്ക്കുന്നത് അതിൻ്റെ തിളനില ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആയിരിക്കുമോ? കുറച്ച് കുറയുമോ? കുറച്ച് കൂടുമോ? ആലോചിച്ച് നോക്കുക. ആലോചിച്ചിട്ട് ഉത്തരം പറയണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പറയണം. ശരി, ഓക്കെ. അപ്പോൾ ഉപ്പിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? വേപ്പർ പ്രഷർ താഴ്ന്നു. ഈ താഴ്ന്ന വേപ്പർ പ്രഷറാണ് P0A - P. ദാറ്റ് ഈസ് കോൾഡ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. ഈ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഏതെങ്കിലും ഒരു വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്താലോ? നമുക്ക് റിലേറ്റ് ചെയ്യാം. കാരണം ഒറിജിനലി ഉള്ളത് എത്രയാണ്? P0A ആണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലി ഉള്ളതിനെ റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? P0A - P divided by P0A. Once again, P0A - P divided by P0A. എന്താണത്? That is called relative lowering in vapor pressure. കിട്ടിയില്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞത് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, ഇപ്പോൾ പറഞ്ഞതോ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. കിട്ടി. സോ ഈ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എന്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? എത്ര കണ്ട് വേപ്പർ പ്രഷർ കുറഞ്ഞു? ഉപ്പിട്ട സമയത്ത് നേരത്തെ ഉണ്ടാവേണ്ട വേപ്പർ പ്രഷർ അത്ര ഇല്ല. എത്ര കണ്ട് കുറഞ്ഞു? ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇത് എത്ര അളവ് ഉപ്പിട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കോമൺ സോൾട്ട് എത്ര ആഡ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ദ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡഡ് ഇൻ ദ സൊല്യൂഷൻ. കിട്ടിയില്ലേ? സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും ഈ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ റൗൾട്ട് ലോ. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റൗൾട്ട് ലോ. അപ്പോൾ റൗൾട്ട് ലോയുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതിനായിരുന്നു? എനി വോളറ്റൈൽ കോമ്പോണൻസിനായിരുന്നു. രണ്ടും വോളറ്റൈലാണ്, അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു നോൺ വോളറ്റൈൽ കോമ്പോണൻ്റ് ഉണ്ട്. ആ നോൺ വോളറ്റൈൽ കോമ്പോണൻ്റ് ഉള്ള സൊല്യൂഷൻ്റെ റൗൾട്ട് ലോ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. വൺസ് അഗെയിൻ, ദ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു or directly related to or proportional to. പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ പിന്നെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നിൽക്കണം. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല. ദാറ്റ് മീൻസ് അത് ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് കുറേ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും ഈ ഈക്വൽ ടു തന്നെയാണ് വരുന്നത്. അവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ്റെ ആവശ്യം വരുന്നില്ല. പ്രൊപ്പോർഷണൽ അല്ല ശരിക്കത്, ഈക്വൽ ആണ്. സോ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. കിട്ടിയോ? ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാം. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഓർ കോമ്പോണന്റ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. ദാറ്റ് ഈസ് P0A - P divided by P0A ഈസ് ഈക്വൽ ടു XB. വാട്ട് ഈസ് XB? B എന്ന കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ. XB, B എന്ന കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും കിട്ടിയ റൗൾട്ട് ലോയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഒരുമിച്ച് പറയാൻ ശ്രദ്ധിക്കുക. For any volatile component, രണ്ടും volatile component ആണെങ്കിൽ partial pressure of any volatile component is equal to the product of mole fraction of that component in the mixture and vapor pressure of the pure component when it is alone. when it is alone ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. രണ്ടാമത്തത്, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെന്റിൽ ആഡ് ചെയ്തതിൻ്റെ റൗൾട്ട് ലോ എങ്ങനെ പറയുന്നു? ദ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി നോൺ വോളറ്റൈൽ കോമ്പോണൻറ്റ്സ്. കിട്ടിയില്ലേ? സോ ദാറ്റ്സ് അബൌട്ട് റൗൾട്ട് ലോ.